ഹലോ, ഇന്ന് നമുക്കൊരു ടൂണ കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ്, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ടൂണ. ആദ്യം തന്നെ നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിക്കാൻ ശ്രമിക്കുക. നന്നായി അടച്ച് വെച്ച് തന്നെ വേവിക്കുക. അടുത്തതായി നമ്മൾ ടൂണ ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ആവശ്യമായ വെള്ളം ചേർക്കുക. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്തതാണിത്. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ അരിഞ്ഞെടുക്കാൻ നോക്കുക. ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ടൂണയാണ്. അത് ഈ പരുവാക്കി എടുക്കണം. പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നന്നായി തന്നെ ഉടച്ചെടുക്കുക. അടുത്തതായിട്ട് നമ്മളൊരു പാൻ എടുത്ത് അടുപ്പിൽ വെക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ കളറൊന്ന് ബ്രൗണിഷ് ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കളറൊന്ന് മാറി വരുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മൂന്നും കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഉള്ളി ഒന്ന് ബ്രൗണിഷ് കളർ ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രൗണിഷ് ആവും. ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ടൂണ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഇതൊന്ന് മിക്സായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കൂട്ട് അറ്റ് ലാസ്റ്റ് ഇങ്ങനെയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് തണിയാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പിന്നെ അടുത്തത് നമ്മളൊരു ബാറ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ളത് കുറച്ച് ആട്ട അല്ലെങ്കിൽ മൈദ എടുത്തിട്ട്
ഈ കാണുന്ന രൂപത്തിലേക്ക് ആക്കിയെടുക്കാം. അടുത്തായി നമ്മൾ ബ്രെഡ് ക്രംസ് ആണ് എടുക്കുന്നത്. ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കുക കുറച്ച് ബ്രെഡ് ക്രംസ്. എന്നിട്ട് നമ്മൾ നേരത്തെ കണിയാൻ വേണ്ടി വെച്ചിരിക്കുന്ന കൂട്ട് നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചിട്ട് ഷേപ്പ് ആക്കിയെടുക്കാം. ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എന്ത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ കാണുന്ന പോലെ ഒരു ഷേപ്പാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണം എന്തെങ്കിലും അച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിട്ടൊരു ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് അത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്കൊന്നത് ഇട്ട് കൊടുക്കാം. തിളച്ച എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം. അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൂണ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.